ആലുവയിൽ 5 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പിടിയിലായ 4 പേരിൽ 3 പേരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന. കൊട്ടേഷൻ സംഘങ്ങൾ എന്ന് പറയാനാകില്ല. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അത് വൈരാഗ്യന്റെ ഭാഗമായിട്ട് കുറച്ച് ഗൂഢാലോചന പോലെയാണ്. അത് ഇതുവരെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ അത് റിവീൽ ചെയ്തു. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ട് ശേഷം മാത്രം കൂടുതൽ അഭിപ്രായം പറയാൻ പറ്റും. ഇതുവരെ ഇത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ, സോ നമ്മൾ എല്ലാ പോർട്ടൽസ് നോക്കുന്നുണ്ടോ. അവരുടെ വെർജൻ പ്രകാരം വേറെ കേസൊന്നുമില്ല. ഈ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഹേർട്ട് കേസിൽ വിക്ടിം ആയിരുന്നു. ആ കേസിന്റെ വൈരാഗ്യന്റെ ഭാഗമായി ഈ ഇന്നലത്തെയുള്ള ഇത് കൊട്ട് ചെയ്തു. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, എന്താണ് പോലീസ് പറയുന്നത്? പക്കനാട് സ്വദേശി സ്വരാജ്, അരൂർ സ്വദേശി സനീർ, മലപ്പുറം സ്വദേശി ഫൈസൽ ബാബു, ഈ 3 പേരുമാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവർ 3 പേരും ഈ കേസിൽ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് സുലൈമാനെ നേരിട്ട് ആക്രമിച്ച പ്രതികളാണ് ഇവർ. നേരത്തെ കഴിഞ്ഞ മാസം ഈ പ്രദേശത്ത് ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഫൈസൽ ബാബുവാണ് അതിൽ പ്രധാന എതിർകക്ഷി. അതായത് അപ്പുറത്തുള്ള കക്ഷിക്ക് വേണ്ടി സുലൈമാനാണ് വാദിച്ചിരുന്നത്. ഇതിൽ നിന്നുണ്ടായ വൈരാഗ്യമാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നു. അതായത് ഇന്നലെ അവർ ഏത് സമയത്ത് ആളുകൾ എത്തുമെന്നും അതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ആയുധങ്ങൾ കയ്യിൽ കരുതിയാണ് ഈ ആക്രമണത്തിനായി എത്തിയത്. അവിടെ വെച്ച് സുലൈമാനെ ആക്രമിച്ചു. കൂടുതൽ പേർ, അതായത് ഈ ആക്രമിക്കപ്പെട്ട ആളുകൾ പറയുന്നതനുസരിച്ച് 5 പേർ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ നിലവിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. കൂടുതൽ പേർ ഉണ്ട് എങ്കിൽ അവർക്കായുള്ള അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനം ആയിട്ടുണ്ട്. ഒപ്പം ഇതിൽ മറ്റേതെങ്കിലും എലമെന്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് വിശദമായി പരിശോധിച്ചു വരുന്നു. രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും ഏത് പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് പോലീസ് വിശദമായി പരിശോധിക്കുന്നു. ഇത് കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള ഒരു ആക്രമണമാണോ എന്ന് നമ്മൾ എടുത്തു ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അവിടെ ഉണ്ടായിരുന്ന തർക്കവുമായി ബന്ധപ്പെട്ട് ഈ ഫൈസൽ ബാബുവിന്റെ സുഹൃത്തുക്കളാണ് സംഘത്തിലുണ്ടായിരുന്ന ആളുകളെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.